ഇപ്പം ഇവിടെ കുറ്റം ചെയ്യാൻ ആരുമില്ല. വല്ലതും ചെയ്യുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞേ ചെയ്യത്തുള്ളൂ. ആരാ? ദേവുട്ടി. അതിനെ വല്ലതും പറയാനൊക്കെ നീ ഒന്ന് പറ. പറ്റത്തില്ല. നമുക്കെല്ലാം ബ്യൂട്ടി പാർലറിലൊന്നും പോയാലോ ചമേ? ബ്യൂട്ടി പാർലറിലൊന്ന് പോയാലോ? എന്താ ഒരു നാണം അത് പറഞ്ഞപ്പോ? എന്താ വരുന്നെന്നോ വരുന്നില്ലെന്നോ? ആന്ന് സുന്ദരിയാക്കാനാ വരുന്നോ? ഇല്ല ഒന്ന് കൊണ്ടുപോവാം. ബാ. മുടി വെട്ടിയേ മുടി ബോബി ചെയ്യാം. ഒരു ഫേഷ്യല്. നീ പോ. ഒരു ഫേഷ്യല്. പിന്നെ ഇങ്ങോട്ട് നോക്കിയേ. മൂക്കൂത്താം. മൂക്കൂത്തി ഇടാ. എന്നിട്ട് നീ പോ. എനിക്ക് വയ്യ. വയസ്സുകാലത്ത് എന്നെ കൊണ്ട് അങ്ങനെ സുന്ദരി ആവുന്നതിന് വയസ്സ് ചെറുപ്പക്കാലമൊന്നും ഇല്ല. ഏത് പ്രായത്തിലും നമുക്ക് സുന്ദരിയായിട്ട് നടക്കാം. പിന്നെ ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി പറയാ ഞാന് മുടിയൊക്കെ ഒത്തു വരട്ടെ. 90 വയസ്സ് പണ്ട് പറഞ്ഞിട്ടേ ഉള്ളു. 85 വയസ്സ് എനിക്ക് എൻ്റെ ഇമ്പം കുറഞ്ഞ നാളി തമ്പുരാൻ തന്നതാണ്. അയ്യോ അതിപ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്. ഓരോ അമ്മമ്മമാരെ പിന്നെ ഇതുപോലെ ബ്യൂട്ടി പാർലറിലൊന്നും കൊണ്ടുപോകാൻ ആളില്ലാതിരുന്ന് ഇവിടെ വാ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ ഭയങ്കര ജാട. വണ്ടി വിളിച്ചോണ്ട് വരട്ടെ? വണ്ടി വിളിച്ചോണ്ട് വരട്ടെ? എനിക്കറിയാം നീ ഉടനെ വണ്ടിയും ഇതാക്കുമെന്ന്. എന്തുവാടെ നുള്ളി പറക്കുന്നേ? നീ പോയിട്ട് കഞ്ഞി എടുത്തോണ്ട് പോവാ. കഞ്ഞി കുടിക്കട്ടെ. ക്ഷീണം മാറട്ടെ മോളെ. എന്താ പറഞ്ഞേ? അയ്യോ നിന്റെ പ്രകൃതികള് ചിരിക്കുന്നല്ലയോ? എന്റെ പ്രകൃതിയായോ ഇപ്പൊ ചിരിക്കുന്നത്? അച്ചാമ്മയുടെ വർത്താനം കേട്ടിട്ടാ ചിരിക്കുന്നത്. അപ്പൊ അത് എന്റെ തലയിൽ കൊണ്ടിട്ട്. അയ്യോ അച്ചാമ്മ എന്താ പറഞ്ഞാലും ഇതിന്റെയൊക്കെ ഒരു ആണി ആരാടി മോളെ? അതാരാ ആണി? ആരാ ആണി? നീ അല്ലെങ്കിൽ ഞാനിവിടെ കിടക്കത്തല്ലോ. ഇത് വല്ലവരും അറിയോ? ഇവിടെ എല്ലാം പ്രസിദ്ധീകരിച്ച് എന്തെല്ലാം കാര്യങ്ങളായി. അല്ല അത് അച്ചാമ്മ ഇവിടെ ഇങ്ങനെ ഇരുന്നോണ്ട് എന്തോ ഉണ്ടാക്കാൻ നോക്കും. അതിനെല്ലാം നേതാവ് നീയല്ലയോ? ഞാനൊരു രൂപം ഇവിടെ ഇരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എനിക്കെന്താ അറിയാം? എന്താ അറിയാം? എനിക്കിതൊക്കെ അറിയാം. ആർക്ക് പിന്നെ ഞാൻ കണ്ടും കഴിമ്പും ഇല്ലാതെ അങ്ങ് ചിരിക്കുന്നു. ഉമയെ പോലെ ഇങ്ങനെ ഇരിക്കും. അല്ല എന്നെ കൊണ്ട് എന്തോ നടക്കും. നീ പറ. അതെ.